തെറ്റായിട്ട് പല ധാരണകളും പലർക്കും ഉണ്ട്. ഈ 2000 ആണ്ട് തികഞ്ഞപ്പോൾ പലരും എന്നോട് ചോദിച്ചു, യേശുക്രിസ്തു വന്നോ, എന്താ വരാത്തെ? ഞാൻ അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, 2000 വർഷം കഴിയുമ്പോൾ വരുമെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്, എന്നിട്ടതാ ഇതുവരെ വരാത്തെ? അപ്പോൾ 2000 വർഷം കഴിയുമ്പോൾ യേശുക്രിസ്തു വരുമെന്ന് ആരോ പറഞ്ഞതായി ഒരു ധാരണയുണ്ട്. ആ ധാരണ വലിയ പ്രശ്നമുണ്ടായിട്ടുണ്ട്. വാസ്തവത്തിൽ അങ്ങനെ യേശു പറഞ്ഞിട്ടില്ല, അപ്പോസ്തലന്മാർ പറഞ്ഞിട്ടില്ല, സുവിശേഷകന്മാർ ആരും പറഞ്ഞിട്ടില്ല. ആകയാൽ പ്രത്യേകം ശ്രദ്ധിക്കുക, യേശുക്രിസ്തു 2000 ആണ്ടിൽ വരുമെന്ന് പറഞ്ഞില്ല. പിന്നെ എങ്ങനെ ഇതുണ്ടായി? ആരോ ചിലരിങ്ങനെ പറയുന്നു, കർത്താവ് ഇങ്ങനെ പോകാൻ നേരത്ത് 2 വിരൽ കാണിച്ചു എന്ന്. പക്ഷേ ഇതെല്ലാം കെട്ടുകഥയാണ് കേട്ടോ, ബൈബിളിൽ അങ്ങനെ ഇല്ല. എന്നാൽ യേശുക്രിസ്തു മടങ്ങി വരും. മടങ്ങി വരുന്ന കാര്യം യേശു പറഞ്ഞിട്ടുമുണ്ട്. പക്ഷെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്, എന്താണ്, ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം നമുക്ക് വരും ദിവസങ്ങളിൽ ചിന്തിക്കാം. നമ്മൾ ഈ വിഷയം ഇവിടെ ആരംഭിക്കുകയാണ്. ഒന്നാമത് കർത്താവ് പറയുന്ന ഈ വാക്ക് നമുക്ക് നോക്കാം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിൽ വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഇത് യേശു പറഞ്ഞതാണ്, ശിഷ്യന്മാരോട് പറഞ്ഞതാണ്. 12 പേരെ അടുത്തിരുത്തി മുഖത്തു നോക്കി പറഞ്ഞതാണ്. ഇത് വ്യാജമല്ല, അതിശയോക്തിയല്ല, ഒരു ബിസിനസ് വർത്തമാനമല്ല. ഇത് ഒരു രഹസ്യമാണ്. പൊതുവേദിയിൽ ആയിരങ്ങൾ കേൾക്കുന്ന കുറേ വാഗ്ദാനങ്ങളല്ലിത്. തൻ്റെ അരുമ ശിഷ്യന്മാരെ അടുത്തിരുത്തി ഹൃദയത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞ അതിപ്രധാനപ്പെട്ടൊരു രഹസ്യമാണ് ഇപ്പോൾ ഇവിടെ വായിച്ചത്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തോളൂ. അപ്പോൾ യേശു, ഞാൻ ഇന്ന് നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങളുടെ ടെലിവിഷൻ ഇരിക്കുന്ന ആ മുറിയിൽ ഇരുന്നിപ്പോൾ നിങ്ങളോട് സംസാരിക്കുകയാണ്. നിങ്ങൾ കുടുംബാംഗങ്ങൾ മാത്രമേ അവിടെയുള്ളൂ, വേറെ ആരുമില്ല. 4 or 5 പേരോടാണ് ഞാനിപ്പോൾ ഈ സംസാരിക്കുന്നത്. ഇതുപോലെ എല്ലാ വീട്ടിലും ഈ സന്ദേശം ചെല്ലുന്നുണ്ടെന്നുള്ളത് സത്യമാണെങ്കിലും നിങ്ങൾ 2 or 3 പേരാണ് ഇപ്പോൾ ഈ സന്ദേശത്തിൽ എൻ്റെ മുമ്പിലുള്ളത്. ഇതുപോലെ യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ ഒരു മുറിയിലിരുത്തിയിട്ട് പറയുകയാണ്, ഞാൻ പോയിട്ട് തിരിച്ചു വരും. ഞാൻ പോകുന്നത് നിങ്ങൾക്കൊരു സ്ഥലമൊരുക്കാനാണ്. ഇതൊക്കെ നമുക്ക് മനസ്സിലാകുന്നതിനേക്കാളും ഡീപ്പായ ആഴമുള്ള കാര്യങ്ങളാണ്. ഏതായാലും നാം ഈ കാര്യം ഗ്രഹിച്ചേ പറ്റൂ. ഒന്നാമതായിട്ട് യേശുക്രിസ്തുവിൻ്റെ ഭൂമിയിലേക്കുള്ള വരവ്. രണ്ടാമതായിട്ട് യേശുക്രിസ്തുവിൻ്റെ മരണം. മൂന്നാമത് യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്. നാലാമത് യേശുക്രിസ്തുവിൻ്റെ സ്വർഗ്ഗാരോഹണം. അഞ്ചാമത് യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവ്. അപ്പം ഈ 5 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ശരിയാണെങ്കിൽ എല്ലാം ശരിയാണ്, ഏതെങ്കിലും ഒന്ന് തെറ്റാണെങ്കിൽ എല്ലാം തെറ്റാണ്. അപ്പോൾ ഒന്നാമത്തെ വിഷയം യേശുക്രിസ്തുവിൻ്റെ ഭൂമിയിലേക്കുള്ള വരവാണ്. യേശുക്രിസ്തുവിൻ്റെ ഭൂമിയിലേക്കുള്ള വരവിനെക്കുറിച്ച് പറഞ്ഞാൽ നമുക്കറിയാം, യേശുക്രിസ്തു ഈ ഭൂമിയിൽ പിറന്നത് വിശുദ്ധ മറിയാമിലൂടെയാണ്. ജോസഫിൻ്റെ മകൻ എന്നാണ് ജനം പറഞ്ഞത്. വിശുദ്ധ മറിയമിലൂടെ യേശു ഈ ഭൂമിയിൽ ജനിച്ചു. ഈ ചരിത്ര സത്യം ആരും നിഷേധിക്കുന്നില്ലല്ലോ. ഇല്ല, നിഷേധിക്കുന്നില്ല. യേശുക്രിസ്തു മറിയയുടെ മകനായി ഈ ഭൂമിയിൽ ജനിച്ചു. അക്കാലത്ത് സെൻസസ് എടുക്കുന്ന സമയമായതുകൊണ്ട് എല്ലാവരും ഗവൺമെൻറ് ഓഫീസിൽ സെൻസസ് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ദൂരദേശത്തുനിന്ന് യാത്ര ചെയ്ത് വന്നിരുന്നു. ഇന്നത്തെ പോലെ സെൻസസ് വീട്ടിൽ വന്നെടുക്കുകയല്ല, ഓഫീസിൽ കൊണ്ട് അർപ്പിക്കുകയാണ്. അങ്ങനെ യാത്ര ചെയ്ത കൂട്ടത്തിൽ കർത്താവിൻ്റെ അമ്മ മറിയയും ജോസഫും
ഈ സ്ഥലത്തേക്ക് പോകേണ്ടി വന്നു. അങ്ങനെ അവിടെ ചെല്ലുകയും അവിടെ വെച്ച് മറിയയ്ക്ക് പ്രസവത്തിനുള്ള സമയം തികയുകയും ചെയ്തു. ആ പ്രത്യേക സാഹചര്യത്തിൽ ഇന്നത്തെ പോലെ ഹോട്ടൽ സൗകര്യങ്ങളില്ല, സത്രം, വഴിയമ്പലമുണ്ട്. പക്ഷേ അതെല്ലാം സൗകര്യമുള്ളവർ നേരത്തെ ബുക്ക് ചെയ്തിരുന്നു. മറിയയ്ക്കും ജോസഫിനും ഒരു നല്ല സൗകര്യം ആരും അവിടെ കൊടുത്തില്ല. ചുരുക്കി പറഞ്ഞാൽ ഉള്ള സൗകര്യത്തിൽ അവർ അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷേ ഉള്ള സൗകര്യത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാം, പക്ഷേ ഉള്ള സൗകര്യത്തിൽ പ്രസവം ബുദ്ധിമുട്ടാണ്, അല്ലേ? ഈശോമിശിഹായുടെ ജനനത്തെക്കുറിച്ച് പറയുമ്പോൾ ദുഃഖകരമായ വേദനാജനകമായൊരു സന്ദർഭമാണത്. ദൈവപുത്രൻ ഭൂമിയിലേക്ക് ജനിക്കുന്ന ആ സമയം ആ വഴിയമ്പലത്തിൽ, ആ സത്രത്തിൽ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ ഈ സത്രക്കാരൻ പറഞ്ഞു, ദയവായി ഇവിടുന്ന് മാറണം, ഇവിടെ ഒരു പ്രസവത്തിനുള്ള സൗകര്യമില്ല. ഒരു കരുണയില്ലാത്ത ഒരു അന്തരീക്ഷം. അങ്ങനെ യേശുവിനെ അവിടെ നിന്ന് തൊഴുത്തിലേക്ക് മാറ്റുന്നു. അന്നത്തെ കാലത്ത് കാറിലല്ല ആളുകൾ യാത്ര ചെയ്യുന്നത്, വാഹനമൃഗത്തിലാണ്. അതുകൊണ്ട് സത്രത്തിലെല്ലാം കാർ ഷെഡിന് പകരം തൊഴുത്തുകൾ വേണം. കന്നുകാലികളെ കെട്ടാനും പുല്ലിട്ട് കൊടുക്കാനുമുള്ള സൗകര്യം വേണം. അങ്ങനെ മൃഗങ്ങൾക്കുള്ള ആ തൊഴുത്തിൽ പുല്ലിട്ടിരിക്കുന്ന ആ സ്ഥലത്തേക്ക് ഇവരെ ഒഴിവാക്കുന്നു. എവിടെ വെച്ച് പ്രസവിച്ചു എന്ന് ഈ പുസ്തകത്തിൽ കാണുന്നില്ല, പക്ഷേ കുഞ്ഞിനെ കിടത്തിയത് പുൽത്തൊട്ടിയിലാണെന്ന് കാണുന്നുണ്ട്. ഏതായാലും ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച കർത്താവ് മനുഷ്യനായി ഈ ഭൂമിയിൽ വന്നപ്പോൾ അവന് പിറക്കുവാൻ ഒരു സ്ഥലം ഇവിടെ ഉണ്ടായില്ല. അങ്ങനെ പുൽത്തൊട്ടിയിൽ, പശുത്തൊട്ടിയിൽ കിടത്തി. ഈ ചരിത്ര സത്യം നിഷേധിക്കാൻ പറ്റില്ല. ഇതെല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. അന്നു തുടങ്ങി ലോകത്തിലുള്ള സകല മനുഷ്യരും ജോസഫിനെയും മറിയയെയും ബഹുമാനിക്കുന്നു, ചിലരൊക്കെ ആരാധിക്കുന്നു. അന്നു തുടങ്ങി പശുത്തൊട്ടി ഒരു ആരാധ്യ വസ്തുവായി മാറി. പുൽക്കൂടും നക്ഷത്രവും ഒരു ആരാധ്യ വസ്തുവായി മാറി. അങ്ങനെ ഈ സംഭവങ്ങളും ഈ സാധനങ്ങളുമൊക്കെ യേശുനാഥൻ്റെ തിരുപ്പിറവിയെ ഓർമ്മപ്പെടുത്തും. അതിൽ തന്നെ അംഗീകരിക്കപ്പെട്ട സത്യമാണ്. അവിടെ നിന്ന് ചരിത്രം രണ്ടാമത്തിലേക്ക് പോകുന്നു. 2, യേശുക്രിസ്തുവിൻ്റെ മരണമാണ് അടുത്തത്. യേശുക്രിസ്തുവിൻ്റെ മരണവും ലോകം അംഗീകരിക്കുന്നുണ്ട്. ലോകത്തിൽ എവിടെ ചെന്നാലും മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ ഒരു കുരിശ് കാണാം, ചില രാജ്യങ്ങളിൽ ഒഴിച്ച്. ഈ കുരിശ് എങ്ങനെ ഇത്ര പൂജ്യ വസ്തുവായി മാറി, ഇത്ര പ്രസിദ്ധ വസ്തുവായി മാറി? ഈശോമിശിഹാ കുരിശെ കയറിയതുകൊണ്ടാണ്. പക്ഷേ ഈശോമിശിഹാ അല്ല ആദ്യമായിട്ട് കുരിശ് മരിച്ചയാൾ, ഒടുവിലായിട്ട് മരിച്ചതുമല്ല, ആദ്യമായിട്ട് മരിച്ചതുമല്ല. കുരിശൊരു ആരാധ്യ വസ്തുവല്ല. കുരിശ് റോമൻ ഗവൺമെൻറ്റിൻ്റെ കുലമരമാണ്. തടവുപുള്ളികളെ, ക്രിമിനൽസിനെ തൂക്കിക്കൊല്ലുവാൻ റോമൻ ഗവൺമെൻറ് നടപ്പാക്കിയിരുന്ന പല രീതികളിലൊന്നാണ് ക്രൂശീകരണം. ആ ക്രൂശീകരണം യേശുവിന് കൊടുത്തു. പക്ഷേ ദൈവപുത്രനായ യേശു ക്രൂശിൽ കയറിയത് നിമിത്തം ക്രൂശിന് വില കൂടി. Be a part. Be a blessing.